നിലമ്പൂരിൽ നമുക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ. താല്പര്യമില്ലാത്തതെന്ന് പറയാൻ ആ അങ്കിൾ ബണ്ണിന്റെ ഔദാര്യത്തിലാണോ ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത്? ആ അങ്കിൾ ബണ്ണ് എന്തെങ്കിലും പറഞ്ഞ ഇതങ്ങ് അയാളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടുത്തെ പ്രവർത്തകർ ജീവിക്കേണ്ടത്. ഞാനടക്കം ഒരു സ്വയംസേവനാണ്. ഇതെല്ലാം OTC ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. നമ്മളെല്ലാം സ്വയംസേവകർ തന്നെയാണ്. ഒരു പെണ്ണിനെ, നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ, ആ പെൺകുട്ടിക്കും മാതാപിതാക്കൾക്കും ഒരാളെ ഇഷ്ടമാണ്, ഓക്കെ നല്ല ചെക്കനാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം അല്ലേ? ഏവനെങ്കിലും ഒരുത്തം വന്നിട്ട് കാണിച്ചാൽ വീട്ടിൽ കയറി വന്നിട്ട് ഇവിടെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു വോട്ടെന്ന് പറയുന്ന ഓരോ ഭാരതീയന്റെ അവകാശമാണ്. അത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് അവർ വോട്ട് കൊടുക്കും. ഇവൻ പറഞ്ഞു കേട്ടിട്ട് ഇത് പറ്റിക്കല്ലേ? എന്ത് പറ്റിക്കണേ? എത്ര കാലമായിട്ട് ഈ BJP ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒന്നേ ആൾക്കാരെ വരട്ടുക, മറ്റേ ഏജൻസി വെച്ച് അന്വേഷിപ്പിക്കുക, ഓടിപ്പിക്കുക. ഇതൊന്നും ഇനി നടക്കില്ല. ഇതിപ്പോ ഒരു ഗ്രൂപ്പിനെ കംപ്ലീറ്റ് അവഗണിച്ചിരിക്കുകയാണ്. ഇതൊരു യുദ്ധം തുടങ്ങുകയാണ്. BJPക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് 100%. ഇതൊരു മഹാഭാരത യുദ്ധ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവർ വലിയ ശക്തിയാണ്. നമ്മൾ പഞ്ചപാണ്ഡവർ 5 പേരേ ഉള്ളൂ. ഇവിടത്തെ ഓരോ അടിയും, അതായത് BJPക്ക് കിട്ടുന്ന, അവരുടെ കർണത്ത് കിട്ടുന്ന ഓരോ അടിയായിരിക്കും ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്ന വോട്ട്. നമ്മളിവിടെ ജയിക്കണമെന്നോ അങ്ങനെ ആക്കണമെന്നോ ഇങ്ങനെയല്ല. ജനങ്ങൾക്ക് വിവരമുള്ളവർ തിരഞ്ഞെടുക്കട്ടെ. BJPയുടെ അപ്പന്റെ അപ്പനാണ് അഖിൽ ഭാരത ഹിന്ദു മഹാസഭ. അപ്പൊ എനിക്ക് മുണ്ടുകൊടുക്കാന്ന് പറയും, വേണമെങ്കിൽ മുണ്ടിൽ കുത്തി വെക്കാനും പറയും. മലയാളം സംസാരിക്കാനും പറയും, മലയാളത്തിൽ തെറി പറയാനും പറയും.